Oh my god, did you see that? Amazing! നമ്മളൊന്ന് ഹൈദരാബാദ് ഡെന്റൽ എക്സ്പോ കാണാനായിട്ട് വന്നേക്കുവാണ്. കയറി വന്നപ്പോഴേ നിറയെ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പച്ച, മഞ്ഞ, നീല, ചുവപ്പ് എല്ലാ കളറിലും വളരെ വളരെ ഭംഗിയോടെ വിൽക്കുന്നുണ്ട്. അതിൽ ഇഷ്ടംപോലെ പുതിയ സാധനവും പഴയ സാധനവും കാണാൻ ഒരുപാട് സാധനമുണ്ട്. അപ്പോഴാണ് ഈ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് ലേസറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കണ്ടത്. എന്നാൽ പിന്നെ ഞാൻ ഈ തക്കാളിയിൽ എന്റെ കലാവിരുദ്ധം പരീക്ഷിക്കാന്ന് വെച്ച് ഞാൻ അതിലൊരു താജ്മഹൽ തന്നെ പണിതിട്ടുണ്ട്. പക്ഷെ ആ ലേസറിന് സംഭവമാണ് ഗൈസ്, ഇത് ഭയങ്കര എളുപ്പമാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇത് മസാജ് ചെയറോ അതോ ഡെന്റൽ ചെയറോ, ഇതൊക്കെ എന്തിനാന്ന് ആലോചിക്കുമ്പോൾ ദാ വരുന്ന വെള്ളച്ചെയർ. എന്റെ പഠിച്ചോണി ഇതൊക്കെ എങ്ങനെ ക്ലീനാക്കി വൃത്തിയാക്കി വെക്കുമെന്ന് ആലോചിച്ച് എന്റെ തലേന്ന് കിളിയും പുകയും എല്ലാം പറന്നു പോയി നിൽക്കുമ്പോഴാണ് അത് വന്നു, ഇത് വന്നു, ഇല്ല അത് വന്നു, അങ്ങനെ എന്തൊക്കെയോ വന്നു. അതും നോക്കി നിൽക്കുമ്പോഴത്തേക്ക് ദേ ഒരു ചേട്ടൻ ഒരു കാളാമുട്ടയും പിടിച്ച് എന്തൊക്കെയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പണ്ടേ കോൺസെൻട്രേഷൻ പോലില്ലാത്തതുകൊണ്ടൊന്നും എന്റെ തലേക്ക് അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോന്ന്. പക്ഷെ സംഭവം അടിപൊളിയാട്ടോ. കാര്യം നോക്കിക്കാ സ്റ്റീം പോകുന്ന നോക്കി എന്ത് എളുപ്പമാണ്, എത്ര പെട്ടെന്നാ പോയെന്ന്. കുത്തിയിരുന്ന് സ്കെയിൽ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, എന്ത് എളുപ്പമല്ലേ. അപ്പോഴാണ് ഞാൻ ഈ എക്സ്ട്രാക്ഷൻ കിറ്റ് കണ്ടത്. ഇവിടെ തന്നെ ഇരുന്നാലോ എന്ന് വിചാരിച്ചു. എന്തെല്ലാം വെറൈറ്റി എക്സ്ട്രാക്ഷൻ കിറ്റ്, മൈ ഫേവറേറ്റ് പ്ലേസ്. അങ്ങനെ അത് നോക്കി ഇരിക്കുമ്പോഴാണ് വേറൊരു സ്റ്റോൾ വന്നത്. നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ എല്ലാവരും തള്ളിക്കറി പോകുന്ന ഒരു സ്റ്റോൾ കാണത്തില്ലേ, അതേപോലൊരു സ്ഥലം. പണ്ടേ കുഞ്ഞുങ്ങളുടെ മനസ്സായിട്ട് എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഒരുപാട് ടൈപ്പ് കീ ചെയിൻസ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫോഴ്സെപ്സിന്റെ എലിവേറ്റേഴ്സിന്റെ ഒക്കെ കീ ചെയിനാണ്. പക്ഷെ അതിന്റെ പൈസ 200 രൂപ ഫോർ ഇത്രയും ചെറിയ കീ ചെയിൻ കേട്ടപ്പോഴേ വേണ്ട എന്നുള്ള മനസ്സായിരുന്നു. അതുകൊണ്ട് ഞാനത് മേടിക്കാനും നിന്നില്ല. അപ്പോഴത്തേക്ക് ഇതാ പ്ലാസ്റ്റിക് സ്കള്ളിരിക്കുന്നു, പല്ലിരിക്കുന്നു, അതിരിക്കുന്നു, ഇതിരിക്കുന്നു. ഇങ്ങോട്ട് പേഷ്യന്റ് വന്നില്ലെങ്കിൽ അങ്ങോട്ട് പോകാനായിട്ടുള്ള ചെയർ ഇരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് വിശന്ന് വരഞ്ഞു വന്നപ്പം പിസ്സ ഹട്ടും KFC ഒക്കെ കണ്ടു. പക്ഷെ ഇതെല്ലാം മേടിച്ചാൽ ഇരിക്കാനൊരു സ്ഥലം കിട്ടില്ല എന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താ ഇവിടെ ലൂപ്സ് വിറ്റുകൊണ്ട് ഒരു ചേട്ടൻ നിൽക്കുന്നില്ല. പിന്നെ ലൂപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. കണ്ണിന്റെ പവറൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പുള്ളിക്കാരൻ എനിക്കും പറ്റിയ ഒരു ലൂപ്സ് വന്നു. പക്ഷെ ആ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് ആ കമ്പനിയും ഇഷ്ടപ്പെട്ടു, അവരുടെ ലൂപ്സും ഇഷ്ടപ്പെട്ടു. പിന്നെ നോക്കുമ്പോൾ എന്താ ഇതൊരു എഡ്യൂക്കേഷണൽ ബുക്കാണ്. പറഞ്ഞിട്ട് മനസ്സിലാവാത്ത പേഷ്യന്റിന്റെ ഫോട്ടോ കാണിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീഡിയോഡോണ്ടിസ്റ്റ് കണ്ടുപിടിച്ച ബുക്ക്. പേഷ്യന്റ് അണ്ണാക്കിലേക്ക് ഫയല് പോവാതിരിക്കാൻ വേണ്ടി ഒരു ഫയൽ ഓർഡറും കണ്ടു. പിന്നെ നോക്കിയപ്പോൾ ട്വിൻ ഫ്ലാഷ് ലൈറ്റ്സ് ആണ് കണ്ടത്. അതും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ 9000 റുപ്പീസിന് അത് വർത്തല്ല എന്ന് തോന്നി. അപ്പോൾ അത് മേടിക്കാനായിട്ട് നിന്നില്ല. അതെല്ലാം കണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പൊ എന്നാ പിന്നെ എന്തായാലും ഇവിടെ വന്ന എന്താ മുഖ്യം, ഫോട്ടോ മുഖ്യം. സോ അപ്പം കുറെ ഫോട്ടോ എടുക്കാന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനും എടുത്തു. ചരിഞ്ഞും നിന്നും സൈഡിലോട്ട് നോക്കി എല്ലാം കുറെ ഫോട്ടോസ്. Becoming wilder and wilder every day. Do you think you'll use any of these technologies in your clinic? Comment below.